ഓം നാരായണ നാരായണ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് കാശ്യപന്റെയും വിനതയുടെയും പുത്രനായ ഗരുഡൻ മാതാവിൻ്റെ ദാസ്യം ഒഴിവാക്കുന്നതിനായി സ്വർഗത്തിലെത്തി അമൃതകുംഭം കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. ഗരുഡൻ സ്വർഗത്തിലേക്ക് പറന്ന് ചെന്നപ്പോൾ തന്നെ ദേവന്മാരെല്ലാം ഭയചകിതരായി. പരിഭ്രാന്തരായ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സമയത്ത് അമൃതന് കാവൽ നിന്നിരുന്ന വിശ്വകർമാവ് ഗരുഡനോട് എതിരിട്ടു. പക്ഷേ ചെറിയ സമയത്തിനുള്ളിൽ ചിറകുകൊണ്ട് അടിച്ചും കൊക്കുകൊണ്ട് കൊത്തിയും ഗരുഡൻ വിശ്വകർമാവിനെ പരാജയപ്പെടുത്തി. പിന്നീട് ചിറക് അടിച്ച് അവിടെയെല്ലാം പൊടി പറത്തി ദേവന്മാർക്ക് കണ്ണു കാണാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാക്കി. എന്നാൽ ഇന്ദ്രന്റെ നിർദ്ദേശമെല്ലാം അനുസരിച്ച് വായു വേഗത്തിൽ ആ പൊടികളെല്ലാം നീക്കി ആകാശം തെളിയുകയും അവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്യും. ആ ചിറകുകൊണ്ടും ആ നഖം കൊണ്ടും കൊക്കുകൊണ്ടും ആ ഗരുഡൻ ദേവന്മാരെ നേരിട്ടു. ശേഷം അമൃതകുംഭം സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് കത്തിജ്വലിക്കുന്ന അഗ്നി ചുറ്റും ഉള്ളതായിട്ട് കണ്ടത്. അപ്പോൾ ഗരുഡൻ തൻ്റെ മുഖത്തെ അനേക മുഖങ്ങളായിട്ട് സൃഷ്ടിച്ച് അവയിൽ നദിയിലെ വെള്ളം നിറച്ചുകൊണ്ട് വന്ന് ആ തീ കെടുത്തി. 1000 കോടി മുഖങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ മുഖത്തിലെല്ലാം ആ വായിലെ നദിയിലെ ജലം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആ അഗ്നിയെ കെടുത്തിയപ്പോഴോ ദേവനിർമ്മിതമായ ഒരു ചക്രം അതിവേഗത്തിലെ അമൃതകുംഭത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗരുഡൻ ശരീരം ചെറുതാക്കി ആ ചക്രത്തിന്റെ ആരങ്ങളുടെ ഇടയിൽ കൂടി ഉള്ളിലേക്ക് കടന്നു. അപ്പോഴാണ് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന 2 കാളസർപ്പങ്ങൾ ഗരുഡനെ നേരിട്ടത്. ഗരുഡൻ ഉടനെ പൊടി പറത്തിക്കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടുകയും അവയെ അടിച്ച് അവശരാക്കുകയും ചെയ്തു. ശേഷം തൻ്റെ കൊക്കുകൊണ്ട് അവരെ കഷ്ണങ്ങളാക്കി. അങ്ങനെ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് ഗരുഡൻ അമൃതകുംഭവും എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. അപ്പോഴാണ് മുൻവശത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടത്. വിഷ്ണു പറഞ്ഞു, നിന്റെ പ്രവൃത്തി ഞാൻ കണ്ടു, നിന്റെ പരാക്രമം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നിന്റെ പരാക്രമത്താൽ സന്തോഷവാനാണ്, അതുകൊണ്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് പറഞ്ഞാലും. അപ്പം ഗരുഡൻ ആവശ്യപ്പെട്ടത്, എനിക്ക് അമൃത് കഴിക്കാതെ തന്നെ ജരാനരകൾ ബാധിക്കാത്ത അവസ്ഥയും അമരത്വവും ഉണ്ടാകണം. ഇത് രണ്ടും വിഷ്ണു അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡൻ പറഞ്ഞു, എനിക്കും അങ്ങയ്ക്ക് വരം നൽകണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതെന്താണ് എന്നുള്ളത് വിഷ്ണുവുണ്ട്, എന്താണ് വേണ്ടത് എന്ന് വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, നീ എൻ്റെ വാഹനമാകണം, കൂടാതെ എൻ്റെ ധ്വജത്തിൽ ഇരിക്കുകയും വേണം. ഞാൻ ഒരു ധ്വജം തീർക്കുന്നുണ്ട്, അതിൽ നിനക്ക് ഇരിപ്പിടം ഉണ്ടാകും, കൂടാതെ നീ എൻ്റെ വാഹനമാവുകയും വേണം. അങ്ങനെയാകാം എന്ന് സമ്മതിച്ച് വിനതാപുത്രൻ പറന്നു. ആ സമയത്താണ് പിന്നിൽ നിന്ന് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പ്രഹരിച്ചത്. ആ ഗരുഡൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ പ്രഹരം കൊണ്ട് എന്നെ ഒരു വിധത്തിലും വേദനിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സ്വന്തം അസ്ഥി കൊണ്ട് ഈ വജ്രം നിനക്ക് സമ്മാനിച്ച ആ മഹർഷിയെ എനിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് എൻ്റെ ചിറകിൽ നിന്ന് ഒരു തൂവല് അടർത്തി നിനക്കായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞ് ഒരു തൂവല് പൊഴിച്ചു കളഞ്ഞിട്ട് ആ ഗരുഡൻ യാത്ര തുടരാൻ ഭാവിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അല്ലേ പക്ഷിശ്രേഷ്ഠ, അങ്ങയുടെ അസാമാന്യ ശക്തി എങ്ങനെയെന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ എന്നും അങ്ങയുടെ സഖാവായിരിക്കും, മിത്രമായിരിക്കും. അതുകൊണ്ട് എന്നോടത് പറഞ്ഞാൽ. ആ ഗരുഡൻ പറഞ്ഞു, സ്വയം
പുകഴ്ത്തി പറയുന്നത് ശരിയല്ല. എങ്കിലും അങ്ങ് എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയാം. ഈ കാടും മേടും മലയും കടലും ചേർന്ന ഭൂമിയെ മുഴുവൻ വഹിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. എന്നെ ജയിക്കുവാൻ ഈ 3 ലോകത്തും ആർക്കും സാധിക്കുകയില്ല. ഇന്ദ്രൻ അപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങയുടെ ശക്തി ത്രിലോകങ്ങളെയും ജയിക്കുവാൻ പോകുന്നതാണ്. അതെനിക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് ഇനിയും സ്നേഹിതരായിട്ട് കഴിയാം. അങ്ങ് ആവശ്യമില്ലെങ്കിൽ ഈ അമൃതം കൊണ്ടുപോകരുത്. അത് എനിക്ക് മടക്കിത്തരണം. അല്ല എങ്കിൽ ഇത് കഴിക്കുന്നവർ ശക്തിമാന്മാരായി തീരുകയും ദേവന്മാരെ ദ്രോഹിക്കുകയും ചെയ്യും. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, എനിക്ക് ഇത് കൊണ്ടുപോയി ഒരു പ്രധാന കാര്യം നടത്താനുണ്ട്. എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കുവാൻ ഇത് ആ നാഗങ്ങൾക്ക് കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. ഞാനിത് അവർക്ക് നൽകിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ദാസ്യം തീരുകയും അങ്ങയ്ക്ക് വശം പോലെ ഇത് അപഹരിച്ചു കൊണ്ട് പോരുകയും ചെയ്യാം. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഗരുഡൻ വിനതയെയും കൂട്ടിക്കൊണ്ട് സർപ്പങ്ങളുടെ സമീപത്തെത്തി. ഇതാ, ഞാൻ നിങ്ങൾ പറഞ്ഞ അമൃതകുംഭം കൊണ്ടുവന്നിരിക്കുന്നു. അമ്മയുടെ ദാസ്യം മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ നാഗത്തന്മാര്, വിനിതയുടെ ദാസ്യം നീങ്ങി, നിങ്ങൾക്ക് 2 പേർക്കും പോകാം എന്ന് പറഞ്ഞതനുസരിച്ച് അവര് 2 പേരും അവിടെ നിന്ന് പുറപ്പെടുകയും ആ കാട്ടിൽ പോയി സുഖമായിട്ട് താമസിച്ച് വിശക്കുമ്പോഴെല്ലാം ആ നാഗങ്ങളെ പിടിച്ചു തിന്നുകയും ചെയ്തുകൊണ്ടിരുന്നു. നാഗത്താന്മാര് അമൃതം കഴിക്കുന്നതിനായി ശരീരശുദ്ധി വരുത്തുവാനായിട്ട് അമൃതകുംഭം ആ ദർഭയുടെ പുറത്ത് വെച്ചിട്ട് ശരീരശുദ്ധിക്കായിട്ട് പോയ സമയം ഇന്ദ്രൻ അമൃതകുംഭവും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് പോയി. ദുഃഖിതരായ സർപ്പങ്ങളോട് കദ്രി പറഞ്ഞു, ഇതാണ് ചതിക്ക് പറ്റിയ ചതി. ചതി മൂലമാണ് വിനതയ്ക്ക് ദാസ്യം ഒപ്പിച്ചു കൊടുത്തത്. അതേപോലെ ഒരു ചതിയിൽ നമുക്കിപ്പോൾ അമൃതകുംഭം നഷ്ടമായിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സർപ്പങ്ങൾ അമൃതകുംഭം വെച്ചിരുന്ന ദർഭപ്പുലയിൽ നക്കുകയും നാവ് 2ആയിട്ട് കീറിപ്പോവുകയും ചെയ്തു. അന്നു മുതൽ സർപ്പങ്ങൾക്കെല്ലാം 2 നാവ് എന്ന വ്യവസ്ഥ ഉണ്ടായി. അമൃതം കൊണ്ടുവന്നു വെച്ചതുകൊണ്ട് തന്നെ അന്നു മുതൽ ദർഭപ്പുല്ലിന് കൂടുതൽ ശ്രേഷ്ഠത കൈവന്നു. ഈ കഥ കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും ദുഃഖം അകരുകയും ഗതി വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കഥാഭാഗം ഭഗവാൻകൾ സമർപ്പിക്കുന്നു. നാരായണ നാരായണ. ഓം വിഷ്ണവേ നമഃ.